ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ടുള്ള ധൈര്യം ഒരു പ്രാർത്ഥന മനുഷ്യന് ദൈവം നൽകിക്കൊടുക്കും. ആത്മീക വെളിപ്പാടുകളെ അടിസ്ഥാനമാക്കി ഒരാൾ പ്രാർത്ഥനയിൽ മുന്നേറിയാൽ ആ വ്യക്തിയുടെ മുൻപിൽ വാതിലുകളും വഴികളും തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്കും പദ്ധതികളിലേക്കും പലരും എത്തപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം ബലഹീനമായ സ്ഥിരതയില്ലാത്ത പ്രാർത്ഥന ജീവിതമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എൻ്റെ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കുറിച്ച് ഓർപ്പിച്ചതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഇതൊരു ദൈവിക വിടുതലിലേക്ക് മാറ്റപ്പെടും. പഴയ നിയമത്തിലെ ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മിക്ക സമയങ്ങളിലും അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അനവധി പ്രതിസന്ധികളെയാണ് അദ്ദേഹം തരണം ചെയ്തത്. അദ്ദേഹത്തെ വേദപുസ്തകം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെന്നോ ദൈവാശ്രയമുള്ളവനാണെന്നോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്രസ്സ് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ഞാൻ സേവിച്ചു വരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. സുപരിചിതനായ വ്യക്തിയാണ്, അറിയാം ആരാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പ്രാർത്ഥിച്ചെന്നോ ദൈവത്തിൽ ആശ്രയിച്ചെന്നോ ഒന്നും നമ്മളവിടെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇത്രയും ഒരു ധൈര്യം ഈ മനുഷ്യൻ എവിടുന്ന് കിട്ടി? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, പിന്നെ ഇദ്ദേഹത്തിൻ്റെ വായിലാണോ ഇതിരിക്കുന്നത്? ഇത്ര അധികാരത്തോടെ പറയാൻ ഇയാൾ ആരാണ്? ദൈവത്തിന് തുല്യനാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഞാനൊരു യാത്ര നടത്തിയപ്പോൾ, ദൈവവചനവുമായി ധ്യാനിച്ചപ്പോൾ ഭയങ്കരമായ ചില ആത്മീക വെളിപ്പാടുകൾ ആ വചനത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് മറനീക്കി കിട്ടും. അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അനേകരെ നമ്മൾ കണ്ട് അസൂയയോടെ നോക്കാറുണ്ട്. ഞങ്ങൾക്കിത് പറ്റുന്നില്ലല്ലോ, അവരെ കൊണ്ട് എങ്ങനെ അത് സാധിക്കുന്നു? ദൈവം മുഖപക്ഷമുള്ളവനാണോ? അവരെ എന്താ ദൈവം ഇത്രയും മുന്നിലോട്ട് കൊണ്ടുവന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. ആരെങ്കിലും ഒന്ന് വിടുവിക്കപ്പെടുന്നുണ്ടെങ്കിൽ വിടുവിക്കപ്പെടട്ടെ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ വായിച്ചു വരും. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബീനായ ഏലിയാവെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അദ്ദേഹം ആ വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷയും നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈവാശ്രയം, ദൈവത്തിന് വേണ്ടിയുള്ള തീഷ്ണത, ആഴമായ ആത്മീക വെളിപ്പാടുകൾ, കർമ്മേലിൻ്റെ കൊടുമുടിയുടെ മുകളിൽ മുഴങ്കാലുകൾക്കിടയിൽ തല വെച്ചുകൊണ്ട് ബാല്യക്കാരനോട് നീ പോയി കടലിലേക്ക് നോക്കുക, മേഘങ്ങൾ കടലിൽ നിന്ന് വരുന്നുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കും അദ്ദേഹം പ്രാർത്ഥിച്ച് മേഘം വരുത്തിയതാണെന്ന്. സത്യമാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചാണ് മേഘം വരുത്തിയത്. പക്ഷേ അതിലും ഭയങ്കരമായ ഒരു ആത്മീക വെളിപ്പാട് അവിടെ മറഞ്ഞു കിടപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ഭൂതലത്തിൽ ഞാൻ മഴ പെയ്യിപ്പിക്കാനായി പോകുന്നുവെന്ന് ദൈവം ഏലിയാവിനോട് പറഞ്ഞ വാക്കുകളുണ്ട്. ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മറ്റൊരു മെസ്സേജ് ചെയ്യാം. ഇന്നതല്ല വിഷയം. ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ വായിലെ അധികാരമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പോലും നമുക്കറിയാം അവർക്ക് അധികാരം കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. വാക്കുകൊണ്ട് ദുരാത്മാക്കളെയൊക്കെ പുറത്താക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ പ്രത്യേക അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയിട്ടാണ് അവരെ അയച്ചത്.
ഇന്നും ആത്മീക അധികാരങ്ങൾ നമ്മളിലൊക്കെയുണ്ട്. അത് നമ്മളിൽ പകരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് മാതൃകയാക്കാനായിട്ട് പറ്റുന്ന ആ ഒരു വ്യക്തി ഏലിയാവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, എൻ്റെ ഒരു ചിന്തയിൽ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയട്ടെ, ഏലിയാവ് തോന്നിയപ്പോൾ വന്ന് പറഞ്ഞതല്ല, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകുന്നതല്ല. യാക്കോബിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഴ പെയ്യാതിരിക്കാനും മഴ പെയ്യാനും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള കൽപ്പനകളായിരുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനിയും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഏലിയാവിൻ്റെ ജീവിതത്തിലെ 3 കാര്യങ്ങളിലേക്ക് ഞാൻ വരികയാണ്. ഒന്നാമത്തേത്, ദൈവത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണത. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയെ നമ്മൾ എടുക്കുകയാണെങ്കിലും അവർക്ക് അപാരമായ തീഷ്ണത അവർക്കുണ്ടായിരുന്നു. ശാരീരികമായ വൈകല്യങ്ങളും ബലഹീനതകളും കഴിവുകളും ഒന്നുമില്ലെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് ഒരപാരമായ ദൈവിക തീഷ്ണത അവരുടെ സമകാലികന്മാരായി ജീവിച്ചിരുന്ന ആരെക്കാളും അവരിലുണ്ടായിരുന്നു. ഇന്നും ദൈവം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തേത് മടുപ്പുകളില്ലാത്ത, തണുപ്പില്ലാത്ത, പ്രിയപ്പെട്ടവരെ, ഒരു തീഷ്ണമായ വിശ്വാസവും കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങാനുള്ള ഒരാവേശവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ലവോദിക്യ സഭയോട് പറയുക, നീ ഉഷ്ണവാനല്ല, ശീതവാനല്ല, ശീതോഷ്ണവാനാകിയാൽ ഞാൻ നിന്നെ ഉമിണ്ണുകളയും. അപ്പോൾ നോക്കിക്കേ, ദൈവം നമ്മിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു ശക്തിയുള്ളവരായി, തീഷ്ണതയുള്ളവരായി നമ്മൾ മാറണം. അപ്പോൾ ഒന്നാമത്തേത്, ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ തീഷ്ണതയായിരുന്നു. അദ്ദേഹം കോംപ്രമൈസ് ചെയ്യാൻ ഒരു കാര്യത്തിലും തയ്യാറല്ലായിരുന്നു. ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തിയത് നമുക്കറിയാം. സൺഡേ സ്കൂൾ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന. പക്ഷേ ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മി ആരാണ്? ഈ ഫെലിസ്ത്യൻ ആരാണ്? സത്യത്തിൽ ആ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദൈവാശ്രയത്തെ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയപ്പോൾ കയ്യിലിരുന്നത് കല്ലാണ്. ആ കല്ലിനെ ഒരു വിജയത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്നും ദൈവത്തിന് വിഷയമല്ല. കല്ലിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുന്തമായിരുന്നെങ്കിലോ ദാവീദ് തോൽക്കുമായിരുന്നു? ഒരിക്കലുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും ദൈവത്തിന് സ്തോത്രം, നമുക്കുള്ള എല്ലാറ്റിനെയും തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം സർവശക്തനാണ്. അപ്പോൾ ഏലിയാവ് പറഞ്ഞ ആ വാക്ക്, നമ്മൾ ആ വാക്ക് മാത്രമേ കാണുന്നുള്ളൂ. എന്താ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. നമ്മൾ ചിന്തിക്കും, എന്തൊരു വാക്കാണിത്, അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് പറ്റും? ഒരു ഭരണകൂടത്തോടാണ് ഇത് പറയുന്നതെന്ന് ചിന്തിക്കണം, ഒരു രാജ്യത്തോടാണ് ഇത് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ആ ഒരു ധൈര്യം അദ്ദേഹത്തിന് വന്നത്, അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ തീഷ്ണതയിൽ നിന്നാണ് എന്നുള്ള കാര്യം ഉറപ്പുള്ളതാണ്. ഇന്നും ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ള ചിലരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് പറയുകയാണ്, നമ്മൾ എവിടെയാണ് വീണിരിക്കുന്നത്, എവിടെയാണ് നമുക്ക് മടങ്ങി വരവ് ആവശ്യം, അത് നമ്മൾ കണ്ടെത്തുക. അവിടെ നിന്ന് നമ്മൾ വളരെ വേഗത്തിൽ മടങ്ങി വരിക. എബ്രായ ലേഖനത്തിൽ ആത്മീക മന്ദതയെ തരണം ചെയ്യാനായിട്ട് പറഞ്ഞത്, എബ്രായ ലേഖനം 5:11 പറയുന്നത്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരൊക്കെ ആയിരിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും ആദ്യ പാഠങ്ങളിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ മന്ദതയുള്ളവരായി തീർന്നിരിക്കുകയാണ്. 6:11
മന്ദതയെ മാറ്റണമെങ്കിൽ 6, 10, 11 ഉത്സാഹമുള്ളവരാകണം. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. ആത്മീക ഉത്സാഹം വിജയത്തിന് അനിവാര്യമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ, ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചിരിക്കുന്നുവെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വെറുതെ ഇരിക്കുന്നവരെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒരു തീക്ഷ്ണതയും ഒരു തീവ്രമായ ഒരു ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തേത്, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വെളിപ്പെട്ട ദൈവികമായ അധികാരം. അതാണല്ലോ നമ്മുടെ വിഷയം. ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഏലിയാവിൻ്റെ വാക്കുകൾക്ക് ഒരധികാരവും ഇല്ല. ഏലിയാവിൻ്റെ വാക്കുകൾക്ക് അധികാരം പകർന്ന ഒരു ദൈവമുണ്ട്. ഇന്നും നമ്മുടെ വാക്കുകളെ അധികാരമുള്ളതാക്കി തീർക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ഇത് ഒരിക്കലും നമ്മുടെ സ്വന്തമല്ല. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം, ഒരു പോലീസ് ഓഫീസറെ നമ്മൾ എടുത്താൽ ഇത് പോലീസ് ഓഫീസറുടെ അതോറിറ്റി അല്ല. അദ്ദേഹം ഏത് സിസ്റ്റത്തിൻ്റെ കീഴിലാണോ ആ ഒരു സിസ്റ്റം, ആ ഒരു സംവിധാനം അദ്ദേഹത്തിന് കൊടുക്കുന്ന അധികാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവപാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ദൈവം തരുന്നതാണ് ഇതെല്ലാം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്തേത്, ഏലിയാവിൻ്റെ സ്ഥിരതയോടെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് അദ്ദേഹം ഒരു ദിവസം വന്ന് പറഞ്ഞൊന്നുമല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇസ്രായേലിൻ്റെ അന്നത്തെ ആത്മീക അധപ്പതനം, ഇസ്രായേലിൻ്റെ ദുഷിച്ച അവസ്ഥ കണ്ട് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഭയങ്കരമായ വേദന ഉണ്ടായിട്ടുണ്ടാകാം. എൻ്റെ ഒരു ഭാവനയാണ്. ആ വേദനയിൽ അദ്ദേഹം ദൈവം മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം ജീവിക്കുന്നവനാണെന്ന് എനിക്ക് തെളിയിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം ഒരു പ്രാർത്ഥനയായി മാറിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. ദൈവമേ, കുറച്ചു നാൾ മഴ പെയ്യാതെ ഇരുന്നാൽ ഈ ജനം വിശ്വസിക്കും. പിന്നീട് മഴ പെയ്യുമ്പോൾ ദൈവം പരമാധികാരിയായ ദൈവമാണെന്നും, അന്നത്തെ കാലത്തെ ദൈവങ്ങളെക്കുറിച്ച് നമുക്കറിയാം, ബാല്, അങ്ങനെയൊക്കെയുള്ള ഓരോ ദൈവങ്ങളുണ്ട്. കൃഷിയുടെ ദൈവം, ഫെർട്ടിലിറ്റി കൾട്ട്, ഒത്തിരി ദൈവങ്ങൾ പുരാതന കാലത്തെ ദൈവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ദൈവങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തടത്തായിരുന്നു ശക്തി. പക്ഷെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ, അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സകലത്തിൻ്റെ മേലും അധികാരമുള്ള പരമാധികാരിയായ ദൈവമാണ്. അതെനിക്ക് വെളിപ്പെടുത്തണം. ആ ദൈവത്തിന് യാഗപീഠത്തിൽ തീ കത്തിക്കാൻ പറ്റും. ആ ദൈവത്തിന് മരിച്ച കുഞ്ഞിനെ ഉയർപ്പിക്കാൻ പറ്റും. ആ ദൈവത്തിന് വിധവയുടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ പറ്റും. ആ ദൈവത്തിന് മഴ പെയ്യിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ സാഹചര്യങ്ങളിലെല്ലാം ഏലിയാവ് ചെയ്തത് പ്രാർത്ഥിച്ച് ഏലിയാവ് മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് അടിസ്ഥാനമായി തീർന്നത് ഏലിയാവ് നിരന്തരമായി കേട്ട ദൈവശബ്ദമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് പലരും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് സമയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവശബ്ദം കേൾക്കാതെ, ദൈവസാന്നിധ്യം അനുഭവിക്കാതെ, ദൈവഹിതം തിരിച്ചറിയാതെയുള്ള പ്രാർത്ഥനകൾ പലതും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഗുണം അവരുടെ ജീവിതത്തിൽ ചെയ്യാതെ ഇരിക്കുമ്പോൾ, ഞാൻ ആ കർമ്മേലിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു മെസ്സേജ് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ ഒരാൾ വീഡിയോയുടെ താഴെ വന്നിട്ട് പറഞ്ഞു, ചുരുക്കി പറഞ്ഞുകൂടെ. ചുരുക്കി പറയാൻ പറ്റാത്തത് കൊണ്ടല്ല, ശരിക്കും ദൈവത്തിൻ്റെ വചനം ഈ പൗലോസൊക്കെ സംഭാഷിക്കുമ്പോൾ അർദ്ധരാത്രി വരെ സംഭാഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അന്നേരം ഒരു ബാല്യക്കാരൻ ഉറങ്ങി വീണ് മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. അതിൻ്റെ നിലവാരത്തിൽ തന്നെ മനസ്സിലാക്കണം. പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ ചിലരുടെ ഉള്ളിലേക്ക് അത് കയറത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പോലും നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്നത് ക്ഷമയോടെ
ദൈവത്തിൻ്റെ വചനം ക്ഷമയോടെ കേട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാകണം. അപ്പം കുറച്ച് ടൈം ചില സമയങ്ങളിൽ ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് അടിസ്ഥാനം എല്ലാ സമയത്തും നിരന്തരമായ ദൈവശബ്ദമായിരുന്നു, ദൈവിക ഇടപെടലുകളായിരുന്നു. കർമ്മേലിൻ്റെ മുകളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പിക്കാനായിട്ട് പോകുന്നുവെന്ന് 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഏലിയാവ് ഒരു ദൈവശബ്ദം കേട്ടു. ആ കേട്ട ദൈവശബ്ദത്തിൻ്റെ മുമ്പിലാണ് ഏലിയാവ് പോയി പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പം ഏലിയാവിൻ്റെ ആ ഒരു യാത്രകളും ശുശ്രൂഷകളും എല്ലാം നമ്മൾ നോക്കിയാൽ നിരന്തരമായി ദൈവശബ്ദം കേട്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഏലിയാവിൻ്റെ യാത്ര എന്ന് പറയുന്നത്. ഏലിയാവിനെ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായിട്ടൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ ആരും കാണാത്തൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവിക ഇടപെടലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്ത മനുഷ്യനാണ് ഏലിയാവ്. ഇന്നും അത് സാധിക്കും. നമ്മളൊരു സമർപ്പണത്തിലേക്ക് വന്നാൽ മതി. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട്, കർത്താവേ, എനിക്ക് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയണം, അതിനായിട്ട് ഞാൻ എന്നെ ഒരുക്കുന്നു. വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, സമർപ്പണത്തിലൂടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നുകൂടെ ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് തയ്യാറാണെങ്കിൽ ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. സ്വപ്നത്തിലൂടെ ഓരോരുത്തരോട് വ്യത്യസ്തമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, സ്വപ്നത്തിലൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. സ്വപ്നത്തിലൂടെയുള്ള ഇടപെടലുകളുണ്ട്, വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കുന്നവരുണ്ട്, വചനത്തിലൂടെ ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കുന്നവരുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, അപ്പോൾ ആ ഇടപെടലുകൾക്കനുസൃതമായി മുൻപോട്ട് യാത്ര ചെയ്തു പോവുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ്, ഏലിയാവിൻ്റെ വാക്കുകളെ ദൈവം തൻ്റെ നാമമഹത്വത്തിനായി അധികാരത്തോടെ ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സ്ഥിരതയോടെയുള്ള ഒരു പ്രാർത്ഥന ജീവിതമായിരുന്നു. കർമ്മേലിൻ്റെ മുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. വിധവയുടെ വീട്ടിൽ മരണം കടന്നു വന്നപ്പോൾ ആ കുട്ടിയുടെ മുകളിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. നോക്കിക്കേ, വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു, തല കുനിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റാർക്കും ലഭിക്കാത്ത ഒരു അന്ത്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതായത് ചുഴലിക്കാറ്റിൽ ദൈവം എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ ആൾക്കാർ ഇതൊക്കെ സത്യമാണോ എന്ന് തോന്നുന്നു. പക്ഷേ ബൈബിൾ പ്രസംഗിക്കുന്ന, വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു അത് സത്യമാണ്. ദൈവം ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം ഏലിയാവിൻ്റെ ദീർഘമായ ജീവിതത്തിൻ്റെ യാത്രകളിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ. പല സമയത്തും നമ്മൾ പ്രാർത്ഥനകൾ മാറ്റിവെക്കും, ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്ത് മാറ്റിയാലും മാറ്റാൻ പാടില്ലാത്തത് നമ്മുടെ പ്രാർത്ഥന ജീവിതമാണ്. പ്രാർത്ഥിക്കുന്നവനിലൂടെ സകല സാധ്യതകളെയും ദൈവം ഉപയോഗിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഏലിയാവിൻ്റെ വാക്കുകളെ ദൈവം തൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ ഏലിയാവ് നമ്മളെപ്പോലൊരു പച്ച മനുഷ്യനായിരുന്നു, ഇല്ലേ? വികാരങ്ങളുള്ള, വിചാരങ്ങളുള്ള, നിരാശപ്പെടുന്ന, ക്ഷീണിച്ച് തളർന്ന്, ചില സമയങ്ങളിൽ മരിക്കാൻ ആഗ്രഹിച്ച്, എല്ലാറ്റിലും നമ്മളോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. യാക്കോബിൻ്റെ ലേഖനം അങ്ങനെയാണ്. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതത്തിൻ്റെ ബലഹീനതകളെയെല്ലാം പൊതിഞ്ഞത്, അതിൻ്റെ എല്ലാം മുകളിൽ അദ്ദേഹത്തെ ഒരസാധാരണ വ്യക്തിത്വമാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ദേശത്ത് അതെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ, ഇല്ലേ, അദ്ദേഹം പ്രാർത്ഥിച്ചു. നമ്മൾ ഈ
പല സമയങ്ങളിലും വളർന്നു വരുന്ന വൃക്ഷങ്ങളെ നമ്മൾ കാണും. കാറ്റുകൾ ശക്തമായി അടിക്കുമ്പോൾ വൃക്ഷങ്ങൾ ചിലത് നിലത്ത് വീഴുന്നത് കാണാനായിട്ട് പറ്റും. ഞാൻ പത്തനംതിട്ടക്കാരനാണ്. കേരളത്തിൻ്റെ ഒരു മലയോര ജില്ലയാണ് പത്തനംതിട്ട. ഇവിടെ കാറ്റുകൾ അടിക്കുമ്പോൾ എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. റബ്ബർ തോട്ടങ്ങളുണ്ട്, റബ്ബർ മരങ്ങൾ ഉണ്ട്. ഈ ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിലത്ത് വീഴുന്നത് കൂടുതലും റബ്ബർ മരങ്ങളാണ്. ശ്രദ്ധിച്ചാൽ ഈ തേക്കും ആഞ്ഞിലിയും പ്ലാവും ഒന്നും അങ്ങനെയൊന്നും പെട്ടെന്ന് വീഴാറില്ല. റബ്ബർ മരങ്ങൾ പെട്ടെന്ന് വേരോടെ കടപുഴകി വീഴുക എന്ന് പറഞ്ഞതുപോലെ കടപുഴകി വീഴാറുണ്ട്. അത് ശ്രദ്ധിച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയാൽ റബ്ബർ മരങ്ങളുടെ വേരുകൾ ഏതാനും മീറ്ററിനുള്ളിൽ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റുള്ള മരങ്ങൾ അതിൻ്റെ വേരുകൾ ആഴത്തിൽ മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വൃക്ഷത്തോളം തന്നെ ശക്തിയുള്ളതാണ് അതിൻ്റെ വേരുകൾ. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവൻ്റെ വേരുകളാണ്, അവൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവിനോടുള്ള ബന്ധമാണ്, ആത്മീക കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കെല്ലാം കൃപ നൽകി തരട്ടെ. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ വാക്കിനെ ദൈവം തൻ്റെ വാക്കായി ഉപയോഗിക്കണമെങ്കിൽ, ആത്മീക അധികാരം പകരണമെങ്കിൽ, ഒന്നാമത്തേത് സ്ഥിരതയോടെയുള്ള പ്രാർത്ഥനാ ജീവിതം. 2 നിരന്തരമായ ദൈവശബ്ദം. 3-ാമത്തേത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള തീഷ്ണത, ആഗ്രഹം, അതിനുവേണ്ടിയുള്ള താല്പര്യം. അത് നിങ്ങൾക്കൊക്കെ ഹൃദയത്തിൽ കർത്താവ് നൽകട്ടെ. ഇന്ന് മയങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ നാളുകളിൽ അനേകരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെയൊക്കെ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ അനേകർ ജീവിതത്തിൽ അനുഗ്രഹമായി. ഒത്തിരി മെസ്സേജുകൾ വാട്സാപ്പുകളിൽ വരുന്നുണ്ട്, ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, ഒത്തിരി പേര് പിന്മാറ്റത്തിൽ നിന്ന് അവരുടെ ആത്മീകമായ പുറകോട്ടുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ പലരും ദൈവത്തിന് സ്തോത്രം ദൈവത്തിങ്കിലേക്ക് വരാനായിട്ട് തുടങ്ങി. ദൈവത്തെ വിട്ട് അകന്നുപോയ പലരോടും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ അവരെ മടക്കി വരുത്തുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ധൈര്യം ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ പകരും എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. ചിലപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങൾ ബ്രേക്ക് എടുക്കണമെന്ന് ചിന്തിക്കും. തുടർച്ചയായിട്ടുള്ള വീഡിയോ സാധാരണ ആളുകൾ കാണുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. 2-3 മണിക്കൂറുകൾ ഇതിനു വേണ്ടി ചിലവാകും. മെസ്സേജ് പ്രിപ്പയർ ചെയ്യണം, പ്രാർത്ഥിക്കണം. ചിലപ്പം വീഡിയോയുടെ എടുക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊന്നും നിങ്ങളോട് പറയുകയില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളൊന്ന് ബ്രേക്ക് എടുത്തൊരു വിശ്രമം വേണമെന്ന് ചിന്തിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ദൈവദാസനെ ആ മെസ്സേജ് മൊത്തം ഞങ്ങളോടുള്ളതായിരുന്നു. അത് കേൾക്കുമ്പം നമുക്കൊരു ധൈര്യമാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയാണ് കുറച്ച് നാളുകളായി മുടങ്ങാതെ ഈ ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്നത്. ഞങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. മാനുഷികമായിട്ട് പല ബലഹീനതകളും നമ്മളിലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആമേൻ, അതിനെയൊന്നും നമ്മൾ കണക്കാക്കാതെ ദൈവത്തിന് സ്തോത്രം തികഞ്ഞ ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോകാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ കരുതലിനായിട്ട് നന്ദി പറയുന്നു. ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടണമേ. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളെ തീഷ്ണതയുള്ളവരാക്കി തീർക്കണമേ. ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. അന്നാളിൽ ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുമെന്നൊക്കെ ഞങ്ങൾ വായിക്കുന്നത് പോലെ യാചനയുടെ ആത്മാവിനെയും കൃപയുടെ ആത്മാവിനെയും ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. പാപത്തിൻ്റെ ശക്തികളെയൊക്കെ ജയിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങൾക്കൊക്കെ കൃപ നൽകണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.